ഹലോ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം എല്ലാവരും ഭയങ്കര പാൻഡമിക് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വന്നിട്ട് നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് HMPV വൈറസ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ മെറ്റ ന്യൂമോക്കോളി വൈറസ് എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു വൈറസ് ആണോ, അതോ കൊറോണ വൈറസ് പോലെ തന്നെ ഭയങ്കര പേടിക്കേണ്ട ഒരു വൈറസ് ആണോ എന്നുള്ളൊരു ഒരു അവയർനെസ് വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഇന്നലെ ഒരു 2 ദിവസം മുമ്പ് ഒരു 3 കേസുകൾ, ഓവറോൾ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 5 കേസസോളം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ന്യൂസ് ചാനൽസിലൊക്കെ. കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയാണ്. അതായത് 1 ഇയർ ബിലോ ഉള്ളത് അല്ലെങ്കിൽ 14 ഇയേഴ്സ് ബിലോ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആൾക്കാരെയാണ്, കുട്ടികളെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നതും HMPV വൈറസ് വന്നിട്ട് ഒരു 8 മാസവും 3 മാസമുള്ള കുഞ്ഞിനാണ്. പക്ഷെ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് റൂമേഴ്സ് ഇറങ്ങുന്നുണ്ട്, ഫോൾസ് മിത്സ് ഇറങ്ങുന്നുണ്ട്. കാരണം ഇത് പുതിയതായി കണ്ടുപിടിച്ച വൈറസ് ഒന്നുമല്ല. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2001 മുതൽ ചൈനയിലും ഒരുപാട് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഒരു വൈറസാണ് ഇത്. 2001 ആദ്യമായിട്ട് ഇത് ചൈനയിൽ ഒരു ഡച്ച് സയന്റിസ്റ്റ് ആണ് ഇത് വൈറസിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുശേഷം 2001 നെതർലാൻഡ്സിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരാൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വൈറസ് വന്നതായിട്ട്. ഇതിന്റെ സിംറ്റംസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. നമുക്ക് ചുമ, സ്റ്റഫി നോസ്, റണ്ണിങ് നോസ്, പിന്നെ വന്നിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ വന്നിട്ട് ത്രോട്ട് പെയിൻ പോലത്തുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരിക. പിന്നെ ലൈറ്റായിട്ട് ഫീവറും വരും ചില ആൾക്കാർക്ക്. ഇത് കുറച്ചും കൂടെ സിവിയർ ആവുകയാണെങ്കിൽ ചെറിയ ആസ്മ പോലെയുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് കാണിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ട പ്രിക്കോഷൻ, ഇങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഹോം റെമഡീസ് കൊണ്ടിരിക്കരുത്, ഡോക്ടറെ കൊണ്ടുപോയിട്ടൊന്ന് കൺസൾട്ട് ചെയ്യിപ്പിക്കുക. അത് കുട്ടികളാണെങ്കിലും ശരി, വലിയ ആൾക്കാരാണെങ്കിലും ശരി. ഇത് കൂടുതൽ വരുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലും 65 എബോവ് ഉള്ള ആൾക്കാർക്കുമാണ് വരുന്നത്. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവുള്ള ആൾക്കാർ, ഇപ്പോൾ ഗർഭിണികൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, 65 വയസ്സിന് മുകളിലാണെങ്കിലും വളരെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ HMPV വൈറസ് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ തന്നെ കൊറോണ വൈറസിന് എടുത്ത പ്രിക്കോഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കേണ്ടത്. ശ്രദ്ധ പാലിക്കുക, കൂടുതൽ കൈകളൊക്കെ നന്നായി വൃത്തിയായി കഴുകുക, പുറത്തു പോയി വന്നാൽ സാനിറ്റൈസ് ചെയ്യുക, മാസ്ക് ധരിക്കുക, കൂടുതൽ സമ്പർക്കങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് വന്നിട്ട് കൂടുതൽ ധാരാളം ഇങ്ങനത്തെ പനിയോ ചുമയോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നോക്കുക എന്നുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചൈനയിൽ വന്നിട്ടും ഒരുപാട് പേര് അവർ പറയുന്നത് വിന്റർ സീസണിൽ എല്ലാവരുടെയും ഉണ്ടാവുന്ന സംഭവമാണെന്നാണ്. ഇപ്പൊ ഈ പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ്. പക്ഷെ അല്ല, റിപ്പോർട്ട് അനുസരിച്ച് 2004 ഇന്ത്യയിൽ ഓൾറെഡി ഈ HMPV വൈറസ് അഫക്ട് ചെയ്ത ആൾക്കാരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പല രീതിയിലാണ് പറയുന്നത്. കർണാടക ഗവൺമെന്റും പറഞ്ഞിരിക്കുന്നത് ഇതൊട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, ഇത് നോർമൽ സംഭവം തന്നെയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി എന്നാണ്. ശ്വാസകോശ ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ വന്നിട്ട് ലോവർ അപ്പർ ഇതിന് ആക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല, ഈവൻ വാക്സിൻസ് ഒന്നും ഇല്ല. നിങ്ങൾ പാൻഡമിക് ആവാതെ കൊറോണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ ഉള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ആരും പാൻഡമിക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ബാംഗ്ലൂരിൽ ഇന്ന് തന്നെ ഷോപ്പിങ്ങിനും അടക്കം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നോർമലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഇത് ഒരുപാട് സ്പ്രെഡ് ആവാതിരിക്കാൻ നോക്കുക. കാരണം ബാംഗ്ലൂരൊക്കെ വന്നിട്ട് ക്ലൈമറ്റും ആസ് യൂഷ്വൽ ഭയങ്കര തണുപ്പുള്ള സംഭവങ്ങളാണ്. ചൈനയിലടക്കം 2001 മുതൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെ 4 മാസങ്ങളിൽ ഭയങ്കര തണുപ്പുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ആ സമയത്ത് ഈ അസുഖങ്ങൾ ഒരുപാട് പേരിൽ ചെയ്യുന്നതാണ്, അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടത്തെ പോലെ നാട്ടിലെ പോലെ ചൈനയിലൊന്നും ശരിക്കും പറഞ്ഞാൽ കേട്ടറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ആന്റിബയോട്ടിക് തന്നുവിടുന്ന പോലെ ആയിരിക്കില്ല. അവിടെ ഒരു ഫീവർ പോയാൽ പോലും അവർ ഉള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യിപ്പിക്കും. എന്ത് വൈറസാണ് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ടുള്ള വീഡിയോസൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരുപാട് പാൻഡമിക് ആയിട്ടുള്ള ന്യൂസ് സ്പ്രെഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആരും ഒട്ടും ഭയപ്പെടേണ്ട, ഹെൽത്തി ആയിട്ടും പോസിറ്റീവായിട്ടും തിങ്ക് ചെയ്യുക.
ഒരു പ്രശ്നമില്ല. വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഇപ്പം ഞാനായാലും കുഞ്ഞുമകളെ വെച്ചിട്ടൊരു മോളെ വെച്ചിട്ടൊക്കെ ഭയങ്കര പാൻഡമിക് ആയിരിക്കും, അയ്യോ എന്താണിത് ഏതാണെന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇനി ഒരു ലോക്ക്ഡൗൺ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. ലോക്ക്ഡൗണിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ഇതൊരു നോർമൽ വൈറസായിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാലും അത് നോർമൽ രീതിയിൽ തന്നെ പോകും. അങ്ങനത്തെ ഒരു വീണ്ടും ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിരിക്കും. ഇതൊരു കുഞ്ഞു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ക്വിക്കായിട്ട് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു ടിപ്സ് ആൻഡ് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെയും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.